ഹായ് ടു ഓൾ. 2025 ഡിസംബറിൽ ഇൻ്റർവ്യൂ കൂടാതെ ഹോസ് ബിൽഡിംഗ് നഴ്സിംഗ് ആൻഡ് ഹോസ് ബിൽഡിംഗ് നഴ്സിംഗ് അസിസ്റ്റൻറ്റ് പ്രോഗ്രാമുകളിലേക്ക് 52 സീറ്റ്സിൻ്റെ അവൈലബിലിറ്റി ഉണ്ട്. ജർമ്മൻ ലാംഗ്വേജ് B1 ഫുൾ മൊഡ്യൂൾ, അതുമല്ലെങ്കിൽ B2 ഫുൾ മൊഡ്യൂൾ ഉള്ളവർക്ക് എത്രയും പെട്ടെന്ന് ഈ പ്രോഗ്രാം അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള ആർക്കും ഈ പ്രോഗ്രാം അപ്ലൈ ചെയ്യാം. ആകെ ലാംഗ്വേജ് ക്രൈറ്റീരിയ ആയിട്ട് വരുന്നത് B1 ഫുൾ മൊഡ്യൂൾ, അതുമല്ലെങ്കിൽ B2 ഫുൾ മൊഡ്യൂൾ. ദെൻ ഇതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ബേസിക്കലി എല്ലാവരും അടുത്തതായി ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, ഡിസംബർ 1 തീയതിയാണ് 2025 ഈ പ്രോഗ്രാം ജർമ്മനിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, BFD FSJ പോലെയുള്ള സോഷ്യൽ സർവീസ് പ്രോഗ്രാമുകൾ എടുത്ത് കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ബേസിക്കലി കുറേ കുട്ടികൾ ജർമ്മനിയിൽ വന്ന് ചെയ്യുന്നുണ്ട്, സോഷ്യൽ വർക്ക് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അവർ ഇത് ബേസിക്കലി എയിം ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജിൽ അവർ ഫേസ് ചെയ്യാവുന്ന ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ FSJ BFD പ്രോഗ്രാമുകൾ ജർമ്മനിയിൽ വന്ന് ചെയ്യുന്നത്. ഇതിന് ശേഷം അവർ ഹോസ് ബിൽഡിംഗ് പ്രോഗ്രാമിലേക്ക് എൻ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഈ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്തിനാണെന്ന് വെച്ചാൽ ഡിസംബർ 1 തീയതി തൊട്ട് മാർച്ച് ലാസ്റ്റ് വരെ നമ്മൾ ഒരു പ്രിപ്പറേറ്ററി ഇൻ്റഗ്രേഷൻ പ്രോഗ്രാമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് ബേസിക്കലി ഇവർക്ക് ഉണ്ടാവാവുന്ന ഭാഷാ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും എന്താണ് ഇവർ ഹോസ് ബിൽഡിങ്ങിൽ പഠിക്കാൻ പോകുന്നത്, എന്തൊക്കെ പ്രാക്ടിക്കൽസാണ് ഇവർ ഹോസ് ബിൽഡിങ്ങിൽ ചെയ്യാൻ പോകുന്നത്, ഇതിൻ്റെ ഒരു പ്രീ ആയിട്ടുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ആദ്യത്തെ ഈ 4 മാസത്തിൽ ഇവർക്ക് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കും FSJ പോലെ പിള്ളേർ വരുമ്പോൾ അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സ് വരുമ്പോൾ അവർക്ക് ഒരു സ്റ്റൈപ്പൻ എമൗണ്ട് കിട്ടും. ഹോസ് ബിൽഡിംഗ് പ്രോഗ്രാം ഏപ്രിൽ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, മാർച്ച് ലാസ്റ്റ് വരെ ഈ പ്രിപ്പറേറ്ററി പ്രോഗ്രാമാണ്. ബട്ട് FSJ BFD പ്രോഗ്രാം ചെയ്യുമ്പോൾ ഒരു കാൻഡിഡേറ്റിന് കിട്ടുന്നത് മാക്സിമം ഒരു 350 to 500 or 550 യൂറോൻ്റെ ഉള്ളിലാണ് ഇവർക്ക് സ്റ്റൈപ്പൻഡ് അല്ലെങ്കിൽ ഒരു ടാഷങ്കൽ ഒരു പോക്കറ്റ് മണി ആയിട്ട് പ്രൊവിഷൻ ചെയ്യുന്നത്. ബട്ട് ഈ പ്രോഗ്രാമിൽ ഇവർക്ക് കിട്ടുന്നത് ആദ്യത്തെ 4 മാസം, ഈ പ്രിപ്പറേറ്ററി പ്രോഗ്രാം ചെയ്യുന്ന ആദ്യത്തെ 4 മാസം ഇവർക്ക് 750 യൂറോ വെച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഇതിൽ കഴിയുമ്പോൾ ഈ പ്രോഗ്രാം കഴിയുമ്പോൾ ഏപ്രിൽ 1 തൊട്ട് ഇവർ ഹോസ് ബിൽഡിംഗ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. ഇവർക്ക് 3 ഇയറിൻ്റെ ഹോസ് ബിൽഡിംഗ് പ്രോഗ്രാമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ഹോസ് ബിൽഡിംഗ് അസിസ്റ്റൻറ്റ് പ്രോഗ്രാം വരുന്നത് 1 ഇയറിൻ്റെ പ്രോഗ്രാമാണ്. 2 പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 1 സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കാൻഡിഡേറ്റ്സ് എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായി കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ അവർക്ക് കൊടുക്കുന്നതാണ്. ദെൻ നിങ്ങൾ ആരും തന്നെ ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. മെയിൻലി നമ്മളടുത്ത് കോൺടാക്റ്റ് ചെയ്യുന്ന പാരൻസ് എപ്പോഴും അവർ നമ്മളടുത്ത് ചോദിക്കുന്ന ചോദ്യം, എങ്ങനെയാണ് ഞങ്ങളുടെ കുട്ടികളെ വിശ്വസിച്ച് നിങ്ങളുടെ ഒപ്പം പറഞ്ഞു വിടുക, അതല്ലെങ്കിൽ എങ്ങനെയാണ് ഞങ്ങൾക്ക് ഒരു സേഫ്റ്റി ഫീൽ ചെയ്യുക കാൻഡിഡേറ്റ്സിന് പറഞ്ഞു വിടുമ്പോൾ എന്നുള്ള കാര്യമാണ് ബേസിക്കലി എല്ലാവരും നമ്മളോട് ചോദിക്കാറ്. നമ്മളുടെ കൂടെ വിടുന്ന കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ സ്റ്റുഡൻസിൻ്റെ പാരൻസിന് കൊടുക്കുന്ന ഒരു ഉറപ്പാണ്, കാൻഡിഡേറ്റ്സിൻ്റെ A to Z കാര്യങ്ങൾ ഞങ്ങൾ ടേക്ക് ഓവർ ചെയ്യും. നിങ്ങളതിൽ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. A to Z കാര്യങ്ങൾ ഞങ്ങൾ ടേക്ക് ഓവർ ചെയ്യും. ഇവരുടെ ഡോക്യുമെൻറ്റേഷൻ കളക്ഷൻ തൊട്ട് ഇവരുടെ പ്രിപ്പറേഷൻ കാര്യങ്ങൾ, ദെൻ വിസ ഡോക്യുമെൻറ്റേഷൻ, വിസയ്ക്കുള്ള അപ്പോയിൻമെൻറ്റ്സ് കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്യും. ദെൻ ഇവരുടെ ഫ്ലൈറ്റ് ടിക്കറ്റ്, പോരാനായിട്ടുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് കാര്യങ്ങൾ, ഇതിനുള്ള അസിസ്റ്റൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ദെൻ മെയിൻലി ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് എന്താണെന്നാണ് പാരൻസിൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ. നമ്മൾ നാട്ടിൽ നമ്മളുടെ ഒരു സർക്കിളിലാണ്, നമ്മളുടെ ഒരു ജൂറിസ്ഡിക്ഷനാണ്. ഇപ്പോൾ ഏത് പാരൻസിനായാലും കണക്ഷൻസ് ഉണ്ടാവും, അവർക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു റേഞ്ചിലാണ് എല്ലാ കാര്യങ്ങളും ഉള്ളത്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പാരൻസിനായാലും സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും, അത്ര ടെൻഷനും കാര്യങ്ങളില്ല. പക്ഷേ കുട്ടികളെ വിദേശത്തേക്ക് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ തൊട്ടാണ് ടെൻഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ എന്താണ് ഞങ്ങളുടെ കുട്ടികൾക്ക് സംഭവിക്കുക, അവർ സേഫായിട്ട് അവിടെ എത്തുമോ, അവിടെ എത്തിയിട്ട് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടാവുമോ, ഇതാണ് എല്ലാ പാരൻസിൻ്റെയും മെയിനായിട്ടുള്ള ഉത്കണ്ഠ എന്ന് പറയുന്ന കാര്യം. അപ്പോൾ ഇതിന് ഒരു സൊല്യൂഷനാണ് ഞങ്ങൾക്ക് നാട്ടിൽ മാത്രമല്ല ഓഫീസുള്ളത്, ഞങ്ങൾക്ക് ജർമ്മനിയിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ലൈസൻസോട് കൂടിയിട്ടുള്ള ഓഫീസുണ്ട്.
നിങ്ങൾക്ക് ഈ ടൈമിൽ ഇപ്പോൾ എന്താ പറയുക, എല്ലാം നമ്മുടെ ഫിംഗർ ടിപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള ടൈമാണ്. ChatGPTയും OpenAI ഒക്കെ ആയിട്ടുള്ള എല്ലാ അത്യാധുനിക സാഹചര്യങ്ങളും നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നമ്മളുടെ ഇവിടുത്തെ രജിസ്ട്രേഷൻ ലൈസൻസും നമ്മുടെ ഓഫീസ് അഡ്രസ്സും ജർമ്മൻ ഗവൺമെൻറ് വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഇവിടെ കുട്ടികൾ ലാൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള പിക്കപ്പ്, അവരുടെ ലോക്കൽ അസിസ്റ്റൻസ്, അവരുടെ അക്കോമഡേഷൻ, A to Z കാര്യങ്ങൾ, ജർമ്മനിയിലെ അസിസ്റ്റൻസ് എല്ലാം നമ്മൾ തന്നെ ചെയ്തു കൊടുക്കും. അവർക്ക് എന്താവശ്യത്തിനും ഏത് സമയത്തും നമ്മളുടെ ടീം അവരുടെ ഒപ്പം ഉണ്ടാവും. ഇതാണ് നിങ്ങൾക്ക് അഷ്വർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ ഇത് തന്നെ പാരൻസിന് ഒരു വലിയ റിലീഫായിട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ അക്കോമഡേഷനും ഇവരുടെ പിക്കപ്പും ഇവിടുത്തെ ലോക്കൽ അസിസ്റ്റൻസ് കാര്യങ്ങൾ, ഇതാണ് മെയിൻലി പാരൻസിനെ ടെൻഷനിൽ വിടുന്ന കാര്യങ്ങൾ. ഇതൊക്കെയാണ് പാരൻസിന് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാകുന്നത്. നമ്മളുടെ ഒരു 8 കൊല്ലത്തെ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. മെയിൻലി പാരൻസ് ചോദിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇതിനുള്ളൊരു സൊല്യൂഷനാണ് നമ്മൾ പറഞ്ഞു തന്നത്. ഇതൊക്കെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഞങ്ങൾക്കിവിടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഓഫീസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഇതെല്ലാം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിലൊന്നും പാരൻസ് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ പോവാനായിട്ട് താല്പര്യമുള്ള കാൻഡിഡേറ്റ്സ്, ഇപ്പോൾ നമുക്ക് 2025 ഓഗസ്റ്റിലും സെപ്റ്റംബറിലൊക്കെ റിസൾട്ട് കിട്ടിയേക്കണ സ്റ്റുഡൻസ് ഉണ്ടാവും. ദെൻ എക്സാമിന് ഡേറ്റ് എടുത്തേക്കണവരുണ്ടാവും. അപ്പോൾ ബേസിക്കലി നമ്മൾ പറയുന്നത് 3 മൊഡ്യൂൾസ് കഴിഞ്ഞിട്ട് ഡേറ്റ് എടുത്തേക്കണ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ മാത്രം നമ്മളുടെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്താൽ മതി. വേറെ ഒന്നും കൊണ്ടല്ല. നമുക്ക് B1 ഫുൾ മൊഡ്യൂൾ അല്ലെങ്കിൽ B2 ഫുൾ മൊഡ്യൂളാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് റിക്വയർമെൻ്റ് ആയിട്ട് പറയുന്നത്. ദെൻ ഏജ് ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത് 18 തൊട്ട് 35 വയസ്സ് വരെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് പ്രോസസ്സിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഓഫീസായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് B2 ഫുൾ മൊഡ്യൂൾ അല്ലെങ്കിൽ B1 ഫുൾ മൊഡ്യൂൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഏജ് 18-നും 35-നും ഇടയിലാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. നമ്മൾ നിങ്ങൾക്ക് ഫർദർ ഡീറ്റെയിൽസ് നൽകും. നമ്മൾ അങ്ങനെ അധികം ബുദ്ധിമുട്ടുകളൊന്നും നിങ്ങൾക്ക് ഉണ്ടാക്കാണ്ട് ഇൻ്റർവ്യൂ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾക്കൊരു സ്ക്രീനിങ് ടെസ്റ്റ് അവൈലബിൾ ആയിട്ടുണ്ടാവും. അത് നമ്മളുടെ ടീം തന്നെ ജർമ്മനിയിൽ നിന്ന് നടത്തുന്ന സ്ക്രീനിങ് ടെസ്റ്റാണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബേസിക്കലി ഇത് ചെയ്യുന്നത്. ഇവിടെ B1 ഫുൾ മൊഡ്യൂളും B2 ഫുൾ മൊഡ്യൂളും കിട്ടി സർട്ടിഫിക്കേഷനുള്ള സ്റ്റുഡൻസിന് സംസാരിക്കാൻ കഴിയാതെ വരുന്ന കുറേ സ്റ്റുഡൻസിന് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽ ഇല്ലാണ്ട് നിങ്ങൾ ഈ പ്രോഗ്രാമിൽ വന്നിട്ട് യാതൊരുവിധ ബെനിഫിറ്റും നിങ്ങൾക്കും ഉണ്ടാവില്ല, നിങ്ങളുടെ പാരൻസിനും ഉണ്ടാവില്ല. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ ഈ സ്ക്രീനിങ് ടെസ്റ്റ് നമ്മൾ പ്രൊവൻഷൻ ചെയ്യുന്നത്. ഈ സ്ക്രീനിങ് ടെസ്റ്റിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് നിങ്ങളുടെ ലാംഗ്വേജ് സ്കില്ലിൽ നിങ്ങൾ എവിടെയൊക്കെയാണ് വീക്കായിട്ടുള്ളത്, അതിൽ നിങ്ങൾ ഓക്കെ ആണോ, എവിടെയൊക്കെയാണ് നിങ്ങൾ ഇമ്പ്രൂവ് ആവേണ്ട സെക്ഷൻസ്, ഇതെല്ലാം നമ്മൾ നിങ്ങൾക്ക് ഇൻഫോം ചെയ്തു തരും. ദെൻ ഒറ്റ സ്ക്രീൻ ടെസ്റ്റോടുകൂടി നമ്മൾ നിങ്ങളെ പുറത്താക്കുകയല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഫെസിലിറ്റീസ്, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ നിങ്ങളുടെ ലാംഗ്വേജ് സ്കില്ലിൽ ഉണ്ടെങ്കിൽ നമ്മളത് നിങ്ങൾക്ക് ഇൻഫോം ചെയ്തു തന്ന് നിങ്ങളുടെ അടുത്ത് അതൊന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറയുകയും ദെൻ നമ്മൾ നിങ്ങൾക്ക് വീണ്ടും സ്ക്രീൻ ടെസ്റ്റ് അവൈലബിൾ ആക്കി തരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. നമ്മൾ വെറുതെ പറഞ്ഞു പോകുകയല്ല. 52 സീറ്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ 52 സീറ്റ്സിലേക്കും അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡിസംബർ 2025-നാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിസംബർ 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഡിസംബറിലെ ക്രിസ്മസും ന്യൂ ഇയറും നിങ്ങൾക്ക് ജർമ്മനിയിൽ ആഘോഷിക്കാനായിട്ടുള്ള ഒരു ഓപ്ഷനും കൂടിയാണ് ഇതിൻ്റെ ഒപ്പം നമ്മൾ പുട്ട് ഫോർവേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ആഘോഷിക്കാം, നമുക്ക് ഒരുമിച്ച് തന്നെ ആഘോഷിക്കാം. അപ്പോൾ 18-നും 35 വയസ്സിനും ഇടയിലുള്ള B1 ഫുൾ മൊഡ്യൂൾ, B2 ഫുൾ മൊഡ്യൂൾ കിട്ടിയിരിക്കുന്ന കാൻഡിഡേറ്റ്സ് നമ്മളുടെ ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ജർമ്മനിയിലേക്ക് എത്താനായിട്ടുള്ള എല്ലാ ഫെസിലിറ്റേഷനും നമ്മൾ കാര്യങ്ങൾ ചെയ്തു തരും. ഇതിൽ നമുക്കൊരു ഇൻ്റർവ്യൂ പ്രോസസ്സ് കാര്യങ്ങളില്ല. ഫ്രീ ആയിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് റിലാക്സ് ചെയ്ത്, ബേസിക്കലി എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു മെയിനായിട്ടുള്ള ടെൻഷൻ എന്ന് വെച്ചാൽ ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ഇൻ്റർവ്യൂ എങ്ങാനും ഫെയിലാവോ എന്നുള്ള ടെൻഷനാണ് പാരൻസിനും കാൻഡിഡേറ്റ്സിനുള്ളത്. അപ്പോൾ ഇതിനെല്ലാത്തിനും ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു ഫോർമുലയായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പ്രിപ്പറേറ്ററി പ്രോഗ്രാം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഡിസംബർ 1 തൊട്ട് മാർച്ച് ലാസ്റ്റ് വരെ പ്രിപ്പറേറ്ററി പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുക. ആ പ്രിപ്പറേറ്ററി പ്രോഗ്രാമിൽ ബേസിക്കലി കൂടുതലായിട്ടും ആൾക്കാർ ചോദിക്കുന്നത് എന്താണ് ഈ പ്രിപ്പറേറ്ററി പ്രോഗ്രാമിൽ വരിക എന്ന് ചോദിക്കുന്നത്. അത് ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളത് പറയുകയാണ്. ഈ പ്രിപ്പറേറ്ററി പ്രോഗ്രാം എന്ന് വെച്ചാൽ ഒരു ഇൻ്റർ കൾച്ചറൽ ഇൻ്റഗ്രേഷൻ പ്രോഗ്രാമാണ്. ഈ ഇൻ്റഗ്രേഷൻ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലാംഗ്വേജ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റേഷൻ ചെയ്തു തരും. നിങ്ങൾ എന്താണ് ഹൗസ് ബിൽഡിങ്ങിൽ പഠിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ബ്രീഫ് ചെയ്ത് തരും. ദെൻ പ്രാക്ടിക്കൽ
നിങ്ങൾ ഹോസ്പിറ്റൽസിൽ എന്തൊക്കെ സെക്ഷനിൽ ഏതൊക്കെ കാറ്റഗറിയിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽസ് ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തരും. നിങ്ങൾക്ക് ഇപ്പോൾ മോർണിംഗ് ഷിഫ്റ്റ് ഉണ്ടാവും, ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് ഉണ്ടാവും, ഈവനിങ് ഷിഫ്റ്റ് ഉണ്ടാവും, നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടാവും. പല ഹോസ്പിറ്റൽസിലും പല ഷിഫ്റ്റുകളാണ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം നിങ്ങൾ ഹോസ് ബിൽഡിംഗ് ചെയ്യുമ്പോൾ ഈ എല്ലാ ഷിഫ്റ്റുകളും നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡെമോ നിങ്ങൾക്ക് ഹോസ്പിറ്റൽസിൽ പേഷ്യൻസിൻ്റെ ഒപ്പം ഇവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ ഒപ്പം ജർമ്മൻസ് ഉണ്ടാവും, ഓസ്ലാൻഡേഴ്സ്, ഫോറിനേഴ്സ് ഉണ്ടാവും. ഇവരുടെ എല്ലാവരുടെ ഒപ്പം നിങ്ങൾക്ക് മിങ്കിൾ ചെയ്ത് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഡെമോൺസ്ട്രേഷനിലൂടെ നിങ്ങൾക്ക് ചെയ്ത് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു പ്രീ എക്സ്പീരിയൻസ് ആണ്. ദെൻ ഈ പ്രീ എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സെൽഫ് ഐഡൻറ്റിഫൈ ചെയ്യാനും ദെൻ ഹോസ്പിറ്റലിലേക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ഒരു 4 month ടൈം പീരീഡ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. ഇതാണ് ഈ പ്രിപ്പറേറ്റീവ് പ്രോഗ്രാം കൊണ്ട് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. ഈ പ്രിപ്പറേറ്റീവ് പ്രോഗ്രാം ഫ്രീ ആയിട്ടല്ല ചെയ്ത് കിട്ടുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ മാസവും 750 യൂറോ വെച്ച് 750 യൂറോ വെച്ചിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. 750 യൂറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ എമൗണ്ട് അല്ല. ഏകദേശം ഇന്ത്യൻ റുപ്പീസ് 75,000 75,000 രൂപയുടെ അടുത്ത് നമുക്ക് എമൗണ്ട് സ്റ്റൈപ്പൻ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ദെൻ നിങ്ങൾ April 1, 2026 ഹോസ്പിറ്റലിലേക്ക് എൻ്റർ ആവുമ്പോൾ പെർ മന്ത് നിങ്ങൾക്ക് 1,300+ യൂറോ ആണ് സ്റ്റൈപ്പൻ്റായിട്ട് കിട്ടുക. ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് 1,300, സെക്കൻഡ് ഇയർ നിങ്ങൾക്ക് 1,400, തേർഡ് ഇയർ നിങ്ങൾക്ക് 1,500. അതായത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം 30 തൊട്ട് 36 ലക്ഷം വരെ മിനിമം നിങ്ങൾക്ക് സാലറി ആയിട്ട് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ താല്പര്യമുള്ള കാൻഡിഡേറ്റ്സ് എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഓഫീസ് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഓഫീസ് നമ്പേഴ്സിലേക്ക് ബന്ധപ്പെടാം. കേരളത്തിലുള്ള ഓഫീസ് നമ്പറിലേക്ക് അല്ലെങ്കിൽ ഞങ്ങൾ ജർമ്മൻ ഓഫീസ് നമ്പറുമായിട്ട് ബന്ധപ്പെടാം. നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ട്സുകൾ ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ ക്ലിയർ ഔട്ട് ചെയ്ത് തരും. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് എല്ലാവർക്കും ഇതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള എല്ലാവരും നമ്മൾ ഓഫീസായി കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ സെലക്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് നമ്മൾ പ്രീ ഡിപ്പാർച്ചർ സെക്ഷൻസ് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യും, പാരൻസിനും കാൻഡിഡേറ്റ്സിനും ഒക്കെ. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ഡിസംബറിൽ നമുക്ക് ജർമ്മനിയിൽ കാണാം. ഈ 2025 ക്രിസ്മസും 2026 ന്യൂ ഇയറും നിങ്ങൾക്ക് ജർമ്മനിയിലായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ ചൂസ്.